വ്ളോഗ്സ്. കുറേ നാളായി ഞാൻ ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഓർഡർ വന്നൊരു 4.5 സെറ്റിൻ്റെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുവാണേ. അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ ഡിഫറെൻ്റായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് പോളിഫോം. അപ്പോൾ എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നു അവരുടെ വോളിൽ നെറ്റിപ്പട്ട ഹാങ് ചെയ്യുമ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നനവ് പറ്റുന്നുണ്ട്. അപ്പോൾ അത് കാരണത്താലാണ് ഞാനിപ്പോൾ ഈ പോളിഫോം യൂസ് ചെയ്തത്. നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനോടെ നമുക്ക് നോക്കണം. ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കരുത്. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ പോളിഫോം നമുക്ക് മേടിച്ചുകൊണ്ട് വന്നു. ആദ്യം തന്നെ നമുക്ക് മോഡലിൻ്റെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഫെവി ബോണ്ട് വെച്ചിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കും. ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചാൽ മതി. ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കുമ്പം എപ്പോഴും ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണ് നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദൈവികമായ ഒരു കാര്യമാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ബിസിനസ് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നടക്കില്ല. ഇത് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഞാൻ പറയാറുണ്ട്, നേരത്തെ തന്നെ എൻ്റെ അടുത്ത് പറയണമെന്ന്. ഞാൻ ഫുള്ള് ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണ്, നമുക്ക് മെൻസസ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാറില്ല. അതിനുശേഷം നമുക്ക് റെഡ് കോപ്ലൈൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഗോൾഡൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചിന്താഗതിയാണ്, നമ്മൾ ഗണപതിയുടെ പിന്നെ ആ കുമ്പള വയ്ക്കുമ്പം തന്നെ ഞാനൊന്ന് ഗണപതി ശ്ലോകം ചൊല്ലിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമർക്ക് ആർക്കായാലും അവർക്കൊരു ഐശ്വര്യം വരാൻ വേണ്ടിയാണല്ലോ നമ്മളൊരു സാധനം കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ചെയ്യാൻ എന്നാണ് ഞാൻ പ്രത്യേകം പറയുന്നു. ഇത് ഫുള്ള് ബിസിനസ് ആയിട്ട് മാത്രം ചിന്തിക്കുന്നവർക്ക് നടക്കില്ല. പക്ഷേ മാക്സിമം നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം നമ്മൾ മുകളിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടി ഭാഗം മടക്കിയതിന് ശേഷം ഞാൻ തയ്ച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചും കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ റെഡ് വെൽവെറ്റ് ബോർഡർ ഒട്ടിച്ചു കൊടുത്തു. അതിന് മുകളിൽ ശേഷം ഇതേപോലെ 3 ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഷേപ്പാക്കി എടുക്കാം. അതിന് മുമ്പ് നമുക്ക് പിന്നെ മോഡൽ വെച്ച് വരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം വരച്ചു കൊടുത്തു കഴിഞ്ഞു. ഞാൻ സൈഡെല്ലാം ഏകദേശം ഒരു മോഡൽ ചെയ്തും കഴിഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമുക്കകത്ത് വയ്ക്കാനുള്ള എല്ലാ പിന്നെ മോഡലായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റാണ് എപ്പോഴും മേടിക്കുന്നത്. എനിക്ക് ആ മാലയൊക്കെ ഒന്ന് വെച്ച് പിന്നെ അലങ്കരിക്കുന്നതിനോടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് മറ്റേ മോഡലായിട്ട് തന്നെ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലി തീരും. ഇതിപ്പോൾ ഞാൻ തന്നെത്താനാണ് അതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് തോന്നിയത് കുറച്ച് നമുക്ക് ലാഭവുമാണ്. പിന്നെ രണ്ടാമത് മോഡൽ മേടിക്കുകയാണെങ്കിൽ ഈസിയാണ്. ഇപ്പോൾ ഇതിനെല്ലാം ഞാൻ തന്നെത്താൻ ചെയ്തതാണ്. അപ്പം നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ഞാൻ പിന്നെ സ്കെയിൽ വെച്ച് സെൻറ്ററിൽ കറക്റ്റായിട്ട് വരച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഓരോരുത്തരും പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോന്നാടിയും 2 സൈഡും ആദ്യം തന്നെ ചെയ്യും. അതിന് ശേഷമേ ഞാൻ ശിവഭഗവാന്റെ കാര്യങ്ങളൊക്കെ വയ്ക്കത്തുള്ളൂ. എപ്പോൾ നമ്മൾ വെച്ചാലും നമ്മൾ ഒന്ന് മനസ്സിൽ നമ്മൾ എന്ത് കാര്യത്തിനായാലും ഭഗവാനെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തന്ന കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഒരു ജ്യോത്സ്യനാണ്, അതേപോലെ തന്നെ പൂജാരിയും കൂടിയാണ്. അപ്പോൾ അതേപോലെ പുള്ളിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഗുരുവായൂരപ്പനെ സെൻറ്ററിൽ വെക്കണമായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനൊരു ഗുരുവായൂരപ്പനെ വെച്ചിട്ട് ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഗുരുവായൂരപ്പനെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നത്.
അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെയും കൂടി ഞാൻ സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു, മുഖത്തിൻ്റെ മുകളിലായിട്ട്. ആദ്യം ഞാൻ ഗുരുവായൂരപ്പനെ എന്ത് വെച്ചാൽ കാതിരിപ്പൂ വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു സൈഡൊക്കെ ഒട്ടിച്ച് തീർന്നു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അടുത്ത സൈഡും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ നെറ്റിപ്പടത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. സൈഡെല്ലാം ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. താഴെ കുഞ്ചനുമൊക്കെ എല്ലാം ശരിയാക്കി. മുകളിൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഗണപതിയെയും സരസ്വതി ദേവി, ഗുരുവായൂരപ്പനെ ഇത്രയും കാര്യങ്ങൾ ബോർഡറിൽ ഒട്ടിച്ചു കൊടുത്തു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഏകദേശം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ.